ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. എക്സാംസ് തീർന്നു, നമ്മൾ പ്രോപ്പർ ഓൺ ട്രാക്കായി. ഞാൻ ആകെ കൂടി എനിക്കൊരു 2 വർക്കൗട്ടേ ചെയ്യാൻ പറ്റിയുള്ളൂ, മൺഡേ ടു ഫ്രൈഡേ എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ 3 വർക്കൗട്ട്സ് കിട്ടി. ടോട്ടൽ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഡയറ്റ് ഓൺ ട്രാക്ക് ആയിരുന്നു, ഡയറ്റ് തെറ്റിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. കാലറീസ് സെയിം ആയിരുന്നു. ഇപ്പം ഞാൻ ഈ ആഴ്ച കാലറീസ് കൂടി ഒരു 150 കാലറീസ് കൂടി. ഇപ്പോൾ കറൻ്റ് 2100 ആണ് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ മെയിൻ്റനൻസ് 2300, ഓൾമോസ്റ്റ് 2200 to 300, അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ മെയിൻ്റനൻസ് വരാറ്. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ആ ചിക്കനും റൈസും ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്. ഞാൻ കുറേ വീഡിയോയിൽ പണ്ട് എന്താണോ റൈസ് എടുക്കുക, ഞാൻ ബീൻസ് എടുക്കും. പിന്നെ ചിക്കൻ ബ്രസ്റ്റ് അല്ല, ഞാൻ മറ്റേ ചിക്കൻ ഉപയോഗിക്കാറ്, നോർമലായിട്ടുള്ള ചിക്കൻ തൈ എന്ന് പറയില്ലേ, അത് ജസ്റ്റ് എല്ലാം കൂടി ബോയിലാക്കും. പിന്നെ ഞാൻ മസാല ഉപയോഗിക്കണത് ഈ ഒരു മസാലയാണ്, ഈ ഒരു പനീർ ബട്ടർ മസാല. ഇതാണ് ഗെയിം ചേഞ്ചർ. ഇതും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ റെസിപ്പി റെഡി. Because you were scared. നമ്മൾ ഈ ആഴ്ചയോട്ട് സ്പ്ലിറ്റ് മാറ്റിയാലൊന്ന് പ്ലാൻ ചെയ്യുക. കാരണം പ്രീവിയസ് വീക്ക് വരെ നമ്മൾ അർണോൾഡ് ഇൻറ്റു PPL ആയിരുന്നു ചെയ്യേണ്ടായിരുന്നത്. ഇത്തവട്ടം തൊട്ട് നമ്മൾ 5 ഡേ സ്പ്ലിറ്റിക്ക് മാറിയാലോ ഒന്ന്. മൺഡേ ട്യൂസ്ഡേ നമ്മൾ സെഷൻ ചെയ്യും, വെനസ്ഡേ റെസ്റ്റ് അഥവാ ആക്റ്റീവ് റെസ്റ്റ് ആവും പെർഫോം ചെയ്യേണ്ടത്. തേഴ്സ്ഡേ വീണ്ടും ജിമ്മിക്ക് പോവും, തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ. അപ്പോൾ 5 ഡേ എന്നുള്ള രീതിയിലാണ് ഞാൻ സ്ട്രക്ചർ ചെയ്യണത്. ടിപ്പിക്കൽ ബ്രോ സ്പ്ലിറ്റ് അഥവാ ബോഡി ബിൽഡർ വർക്കൗട്ട് എങ്ങനെ പറയുക, സിംഗിൾ മസിൽ ഗ്രൂപ്പ്, പക്ഷെ ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഞാൻ വരുത്തും. ഫോർ എക്സാമ്പിൾ ഇന്ന് എനിക്ക് ചെസ്റ്റാണ്, ഇപ്പോൾ ചെസ്റ്റിനൊപ്പം ഞാൻ സൈഡ് ഡെൽസും ആഡ് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു 3-4 അല്ലെങ്കിൽ 4 to 5 സെറ്റ്സ് സൈഡ് ഡെൽസ്. കാലറീസ് ഇൻക്രീസ് ചെയ്യാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വോളിയം ഞാൻ എന്തായാലും ഇൻക്രീസ് ചെയ്യും. കാരണം പിന്നെ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് അതായത് പെർ വീക്ക് എനിക്ക് ഒരു സെഷൻ അടിക്കാൻ പറ്റുള്ളൂ. ചെസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വട്ടം എനിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വോളിയം എന്തായാലും ഞാൻ കുറച്ച് ടോപ്പ് നോച്ചിലേക്ക് വെക്കാൻ പോണേ. പ്ലസ് നമ്മുടെ മെയിൻ പ്രിൻസിപ്പിൾസ്, ഫെയിലിയറിലേക്ക് ട്രെയിനിങ്, ഹൈ ഇൻറ്റൻസിറ്റി. പോണ സമയത്ത് മാത്രം ജിമ്മിക്കുക, ക്രേസി ആയിട്ട് വർക്കൗട്ട് കൊണ്ടുപോകുക, തിരിച്ചു വരിക, റെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിലേക്ക് ഇത്തോട്ടം ഗ്രോ ആവണം. പ്രത്യേകിച്ച് എനിക്ക് ട്രാപ്സും അതുപോലെ തന്നെ ലെഗുമാണ് കുറച്ച് എനിക്ക് ബ്രിങ് അപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു സ്പ്ലിറ്റിൻ്റെ ഇടയിൽ എനിക്ക് ഈ രീതിയിൽ ആപ്സിനോ അല്ലെങ്കിൽ കാഫിനോ അതുപോലെ തന്നെ ഫോർ ആംസിനൊക്കെ എനിക്ക് താല്പര്യമുള്ള രീതിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യും. ചിലപ്പോൾ ആം ഡേൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഷോൾഡറിൻ്റെ ഒപ്പം. അതെങ്ങനെയാണോ അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ സ്ട്രക്ചർ ചെയ്താൽ കുഴപ്പമില്ല. സോ നമുക്കൊന്ന് യൂണിവേഴ്സൽ ചെസ്റ്റ് ഡേ ആണ് മൺഡേ. വിൽ സി ഹൗ ഇറ്റ് ഗോസ്. സോ ഫസ്റ്റ് എക്സസൈസ് എന്തായാലും സ്റ്റാൻഡേർഡ്, അതായത് ബേസിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഇൻക്ലൈൻ ഡംബൽ. ഇത് ഞാൻ 3 സെറ്റാണ് പെർഫോം ചെയ്യാൻ പോകണം അവിടെ. അപ്പോൾ അതൊക്കെ സ്ട്രെങ്ത് ഞാൻ 35 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഗ്യാപ്പിൽ ഇൻക്ലൈൻ നിർത്തിയപ്പോൾ പിന്നെ വീണ്ടും ഗെറ്റ് ബാക്ക് ചെയ്യലേക്ക് 30 kgs നിന്ന് 10 reps പോയി. അത് നോട്ട് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് വട്ടം ഒരു 12 reps ആയി കഴിഞ്ഞാൽ ഞാൻ 35 അടിക്കാനാണ് പ്ലാൻ. ഇതാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. ഇത് നമ്മൾ 3 സെറ്റ്സ് പെർഫോം ചെയ്യും. ടോപ്പ് നോച്ച് ആയിട്ടുള്ള റേഞ്ച് ഓഫ് മോഷൻ ഫെയിലിയറിലേക്ക്. കൈമുട്ടും പിടിച്ചാണ്, കൈമുട്ടും രണ്ടര പേടിക്കും. ലാസ്റ്റ് വൺ. ഓക്കെ, 3 സെറ്റ്സ് ഇൻക്ലൈൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഫ്ലാറ്റ് ആണ് ടാർഗറ്റ് ചെയ്യണേ. ഞാൻ ഇങ്ങനെ ആ സ്പ്ലിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് സൈഡ് ഡെൽസ്, പിന്നെ നെക്സ്റ്റ് ഡേ ബാക്ക് റയർ ഡെൽറ്റ് ട്രാപ്സ്, വെനസ്ഡേ റെസ്റ്റ് ആവും, തേഴ്സ്ഡേ ലെഗ്സ് ട്രെയിൻ ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്രീക്വൻസി 1-2 times ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വോളിയം കൂട്ടും. പിന്നെ ലെഗ് കഴിഞ്ഞാൽ ഫ്രൈഡേ ഷോൾഡേഴ്സ് ആൻഡ് ആപ്സും, സാറ്റർഡേ ആംസും. ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കണത്. അപ്പം നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളൂ ട്രഡീഷണൽ ബ്രോ സ്പ്ലിറ്റിൽ നിന്ന്. പക്ഷേ ഇതെനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെ ടു ദ എക്സ്ട്രീം പുഷ് ചെയ്യാൻ ഒരു മസിൽ ഗ്രൂപ്പിനെ ഡിസ്ട്രോയ് ചെയ്യുക, പിന്നെ അയച്ച് അടിക്കാൻ പറ്റരുത്, ആ രീതിയിലാവണം.
അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഫ്ലാറ്റ് കഴിഞ്ഞു. 30 kgs തന്നെ ചെയ്ത 9 reps പോയി. ലാസ്റ്റ് റെപ്പ് സപ്പോർട്ട് അതോ 7 8 പോയി, ഓർമ്മയില്ല എനിക്ക്. ടോട്ടൽ 9 അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരെണ്ണം കുറച്ചിട്ട് ഒന്നൊരു കൺട്രോൾ ചെയ്ത് അടിക്കുകയാണ്. അപ്പോൾ 25 kgs അടിക്കാൻ പ്ലാൻ ചെയ്യണം. 35 kgs ഞാൻ ഓൾറെഡി അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതോ വീഡിയോയിൽ നമ്മൾ എത്തുകയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതും 3 sets ആണ് അടിക്കാൻ പ്ലാൻ. ഞാനിപ്പോൾ എൻ്റെ വേ ഓഫ് ഈറ്റിങ്ങിൽ ആകെ പ്രോസസ് ഫുഡ്സ് എന്ന് പറയുന്നത് കോൺഫ്ലേക്സും പീനട്ട് ബട്ടറും മാത്രമേ ഉള്ളൂ. ഞാൻ കട്ട് തുടങ്ങിയപ്പോൾ പ്രോട്ടീൻ ബാർ ഒഴിവാക്കി, എല്ലാ രീതിയിലും ഒഴിവാക്കി, ബ്രെഡ് ഒഴിവാക്കി, അങ്ങനെ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഫുഡ്സൊക്കെ. പക്ഷേ ഇപ്പം എനിക്കെന്താ വെച്ചാൽ ആ ഒരു പ്രോട്ടീൻ ബാർ ഇപ്പോൾ കട്ട് തീർന്നപ്പോൾ നമ്മൾ ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പ്രോട്ടീൻ ബാർ ഒന്നും കഴിക്കാൻ പറ്റണില്ല ശരിക്കും. അയ്യോ, നമ്മൾ ചീറ്റ് ചെയ്യണ ഡയറ്റിൽ എന്നുള്ളത് ചീറ്റ് എടുക്കാൻ തോന്നുന്നില്ല. എൻ്റെ ചീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ എന്ത് പണി കഴിക്കും, മാക്സിമം 10,000 calories 12,000 calories ഒക്കെ ഈസി ആയിട്ട് പോവും. പക്ഷേ എനിക്ക് ചീറ്റ് എടുക്കാനിപ്പോൾ മനസ്സിൽ പേടിയാണ്. അയ്യോ, പ്രോഗ്രസ് പോവുമെന്ന്. ഭയങ്കര കോൺഷ്യൻസ് ആയിട്ട് ഈ ഫുഡിനെയും മാറ്റാൻ പാടില്ല എന്നുള്ള രീതിയിൽ. ഇത് ഭയങ്കര ബാഡാണ്. ഒരു ബാലൻസ് വേണം എല്ലാത്തിനും. നമുക്ക് പയ്യെ എന്തായാലും ചീറ്റ് ഉണ്ടാവും, പക്ഷേ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. മനസ്സ് തുറന്ന് ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു ദിവസം. അവസാനം ചീട്ട് എടുത്തപ്പോൾ ഒരു 6 മാസമായി. ലെറ്റ്സ് സീ. ഞാൻ കുറേ ബോഡി ബിൽഡേഴ്സ് കണ്ടിട്ടുണ്ട്. ചിലവരൊക്കെ ഈവൻ 4-day സ്പ്ലിറ്റ്സ് അവർ ചെയ്യാറുണ്ട്, കാരണം അവർക്കത് വർക്ക് ആവുന്നുണ്ടെന്ന ആസ്പെക്റ്റിൽ. അപ്പോൾ ഒരു സ്പ്ലിറ്റ് തിരഞ്ഞെടുക്കണൊക്കെ മുന്നാടി ഒരു പ്ലാന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ടു. നേരെ തന്നെ കോപ്പി ചെയ്തിട്ട് റിസൾട്ട്സ് എക്സ്പെക്ട് ചെയ്യരുത്. അതിന് ട്രൈ ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി 4-day സ്പ്ലിറ്റ്, 5-day സ്പ്ലിറ്റ്, 6-day സ്പ്ലിറ്റ്, ഈവൻ 7-day സ്പ്ലിറ്റ്. കാരണം എനിക്ക് വർക്ക് ആവണത് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി വ്യത്യാസമാണ്. അപ്പോൾ എല്ലാത്തിനും ട്രൈ ചെയ്യുക. കാരണം എല്ലാതും നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു വെക്കാൻ ഓപ്പൺ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് സ്യൂട്ടബിൾ ആവുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ കണ്ടാലും ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച്. സോ ഞാൻ പറഞ്ഞ പോലെ ഇനി 3 sets ഞാൻ കേബിൾ ഫ്ലൈസ് ആണ് ചെയ്യാൻ പോണത്. അതൊരു 10 to 12 reps ഫെയിലിയറിലേക്ക് തന്നെ. ലെറ്റ്സ് സീ. ഒരു ചെറിയ ചേഞ്ച് ഓഫ് പ്ലാൻസ്. 2 സെറ്റ് ഞാൻ ഫ്ലൈസ് അടിച്ചു. ഇനി 2 സെറ്റ് പെഗ് ഡെക്കിലാണ് പെർഫോം ചെയ്യണം. അപ്പോൾ ഫ്ലൈ വേരിയേഷൻ ആയിട്ട് 4 sets. വെയിറ്റ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോൾ നോക്കിയാലും സ്വന്തമായിട്ടൊരു 6 to 8 reps അടിക്കാൻ പറ്റണ വെയിറ്റെങ്കിലും ചൂസ് ചെയ്യുക. പിന്നെ സ്പോട്ട് ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് തന്നെ ആളോട് സ്പോട്ട് ചെയ്യാൻ പറയരുത്. എൻ്റെ എല്ലാ സ്പോട്ടിലും എനിക്കിനി പറ്റില്ല, ഇനി ഒരു റെപ്പ് എനിക്ക് അടിക്കാൻ പറ്റില്ല, അപ്പോഴാണ് ഞാൻ ഒരു 2-3 reps സ്പോട്ട് ചെയ്ത് അടിക്കാൻ തുടങ്ങണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ ടാങ്ക് കഴിഞ്ഞു, ഇനി എനിക്ക് ഹെൽപ്പ് വേണം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ആ സെറ്റിനെ. അങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്പോട്ട് ചെയ്യിപ്പിക്കേണ്ടത്. ആദ്യം തൊട്ട് തന്നെ മേടിക്കുക അവരെ കൊണ്ട് എറിയിപ്പിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോൾ അടിക്കാൻ പറ്റുന്ന വെയിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 reps പ്രോപ്പറായി പെർഫോം ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് തീരെ പറ്റാത്തപ്പോൾ സ്പോട്ടിങ് ആയിട്ടുള്ളൊരു സ്പോട്ടറിൻ്റെ ഹെൽപ്പ് സീക്ക് ഔട്ട് ചെയ്യും. സ്മിത്തിൽ ഇൻക്ലൈൻ അടിക്കാം എന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ ആ ബെഞ്ച് ഒരാളെടുത്തു. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ആക്കണില്ല, ഡിക്ലൈൻ അടിക്കണം നമ്മൾ 2 സെറ്റ്. കാരണം ഓൾറെഡി ഡംബൽ വേരിയേഷൻ ഇൻക്ലൈനിന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബാർബൽ മൂവ്മെൻ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. സ്മിത്തിൽ അടിക്കാനൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് നമ്മളൊന്ന് ഡിക്ലൈൻ അടിക്കണം. കാരണം ഡിക്ലൈൻ എപ്പോഴെങ്കിലും വീക്കിലി ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അറിയാം ഫ്ലാറ്റിൽ എന്തായാലും കിട്ടും. പക്ഷേ ഞാൻ അടിക്കുന്ന ഒരു ബോഡി ബിൽഡിങ് പെർസ്പെക്റ്റീവ് ചെയ്യുന്ന. അപ്പോൾ ഒരു ചെറിയൊരു എൻ്റെ ക്രാഫ്റ്റിൽ ലാക്കിംഗ് ആയിട്ടുള്ളൊരു എലിമെൻ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ 2 സെറ്റ് ഡിക്ലൈൻ അടിക്കണം എന്തായാലും. ഓക്കെ,
അടിക്കും അടിക്കാൻ പറ്റും. ഓ 5 kg വെച്ച് 20 reps 2 sets പോയി. ഇനി 7.5 ഇതിൽ നമ്മൾ എത്ര റെപ്പ് പോകുമെന്ന് നോക്കാം. അങ്ങനെ ജസ്റ്റ് പ്രോഗ്രസ് ചെയ്യാം. വർക്കൗട്ട് കഴിഞ്ഞു. ഏകദേശം 12 സെറ്റ്സ് ചെസ്റ്റിനും 5 സെറ്റ്സ് സൈഡ് ഡെൽറ്റനും. ഞാൻ മേ ബി ചിലപ്പോൾ ആപ്സ് അടിക്കും, അപ്പർ ആപ്സ് ഒരു 2 സെറ്റ്സ്, അതും കൂടി ഉണ്ടാവുള്ളൂ ഒന്ന്. അപ്പോൾ നമുക്ക് ചെസ്റ്റിനും ഷോൾഡറിനും പമ്പ് നോക്കാം. ഇതാണ് അപ്പോൾ ചെസ്റ്റ് ആൻഡ് ഡെൽറ്റ്സ്. ട്രൈ ചെയ്തൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയുക. കമ്പാരിറ്റീവ്ലി 12 സെറ്റ്സും ഞാൻ പറഞ്ഞ പോലെ 5 സെറ്റ്സ് സൈഡ് ഡെൽറ്റിനും. എക്സാമിക്കായതുകൊണ്ട് എനിക്ക് ഉറക്കം പ്രോപ്പർ ആയിരുന്നില്ല. ഞാൻ 2-3 hours അല്ലെങ്കിൽ 4-5 hours ഒക്കെ ഉറങ്ങുണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം. പ്ലസ് പിന്നെ വാട്ടർ ഇൻടേക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ട് ബോഡിയിൽ. ഇനി എന്തായാലും ഇന്ന് തൊട്ട് പക്ക ഓൺ ട്രാക്കാണ്. വിൽ ബി മച്ച് മോർ ഇംപ്രസീവ് ഈ ഒരു ബൾക്ക് കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ വീഡിയോ ഹെൽപ്പ് ആയി എന്ന് വിചാരിക്കുന്നു. See you until next time. Stay strong.